ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്, ചിക്കൻ ബണ്ണ്. ഇപ്പോൾ നമ്മൾ തയ്യലോ പെയിൻറ്റിങ്ങോ ഒന്നുമല്ല, കിച്ചണിലൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് ഞാൻ മൂടി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മൈദ 1 കപ്പ് എടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം പൊന്തി വന്ന ഈ പാലും ഈസ്റ്റും ഷുഗറൊക്കെ ഉള്ള മിക്സ് ഈ മൈദയുടെ കൂട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചെടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അതിനുശേഷം ഞാനിത് ഇതേപോലെ വരണം നമ്മുടെ മാവ്. അതിൻ്റെ മാവ് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വരണം. അതിനുശേഷം ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ വേറെ വേവിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബോള വഴറ്റിയതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വഴറ്റിയതിലേക്കാണ് നമ്മൾ ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ചിക്കൻ നന്നായിട്ട് വേവിച്ച് പൊടിച്ച പോലെ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് 2 ഭാഗങ്ങളാക്കി മാറ്റി 2 ബൗളുകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓരോ ബൗളെടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ഭയങ്കര കട്ടി കുറഞ്ഞ് പോകാൻ പാടില്ല. അത്യാവശ്യം കുറച്ചൊക്കെ കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പം ഞാനിതിവിടെ പരത്തിയെടുക്കുന്നുണ്ട്. കട്ടിയിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ഒരു കേക്ക് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ട്രേയിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഞാൻ ഈ പരത്തിയ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അതിൽ സെറ്റാക്കി വെച്ച ശേഷം നമ്മുടെ ചിക്കൻ മസാല മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് പരത്തി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ ചിക്കൻ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു ഡോ എടുത്തിട്ട് വീണ്ടും ഇതേപോലെ പരത്തി നേരത്തെ പരത്തി അതേ കണക്കിൽ തന്നെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡുകളൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക. ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്സ് ബേക്ക് ചെയ്ത് വരുമ്പോൾ പുറത്തേക്ക് തള്ളി പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാനിത് സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂടി വയ്ക്കണം. ഒരു അരമണിക്കൂർ അതൊന്ന് മൂടി വെച്ച ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു എഗ് വാഷ് ചെയ്യാണ്. എഗ്ഗ് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കേക്ക് ട്രേ വയ്ക്കാൻ പാകത്തിനൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം നമ്മുടെ ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുത്തു. 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.